ഹലോ വെൽക്കം ബാക്ക് ടു കാഡൻ ബീം എക്സ്പേർട്ട്. ദിസ് ഈസ് നവാസ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാവിസ് ഫക്സിൻ്റെ ഡേ 1 അല്ലെങ്കിൽ പാർട്ട് 1 ആയിട്ടുള്ള എന്താണ് നാവിസ് ഫക്സ്, നാവിസ് ഫക്സിൻ്റെ ഫയൽ ടൈപ്സുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നാവിസ് ഫക്സിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫയൽ ഫോർമാറ്റ്സുകളുണ്ട്, നാവിഗേഷൻ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ടൂൾസുകളൊക്കെ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, എന്താണ് സെലക്ഷൻ ട്രീ, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസിൽ ഉള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഡേ 1 പറയാൻ പോകുന്നത്. സോ നമുക്ക് ഓരോ കാര്യങ്ങളിലോട്ട് നമുക്ക് പോവാം. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്താണ് നാവിസ് ഫക്സ് എന്നുള്ളതാണ്. ഈ നാവിസ് ഫക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിലർക്കൊക്കെ ബിമ്മിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, ഒരു ക്ലാഷ് ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ മാത്രമല്ല, അതിൽ നമ്മൾ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്സും അതേപോലെ തന്നെ നമ്മുടെ ടൈം ലീനർ സിമുലേഷൻ 4D സിമുലേഷനും 5D ആണ് നമ്മൾ മെയിൻലി അതിന് ചെയ്യുന്നത്. ഓക്കെ, സോ അതായത് നാവിസ് ഫക്സ് എന്ന് പറയുന്നത് 3D മോഡൽ റിവ്യൂ ആൻഡ് കോർഡിനേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ആർക്കിടെക്ചറിൻ്റെയും സ്ട്രക്ചറിൻ്റെയും MEPൻ്റെയും ഒരു ഫെഡറേറ്റഡ് ഫയലാണ് നമുക്ക് ഉണ്ടാവുക. ഫെഡറേറ്റഡ് ഉദ്ദേശിക്കുന്നത് ഇത് മൂന്നും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അതൊരു ഫയലാക്കിയിട്ട് നമ്മൾ കോർഡിനേഷൻ ചെയ്യാനാണ്. അപ്പോൾ ക്ലാഷ് ഡിറ്റക്ഷൻ ചെയ്യാം, മോഡൽ ഫെഡറേഷൻ ചെയ്യാം, അതായത് മേർജ് ചെയ്യാം നമുക്ക് 4D സിമുലേഷൻ ആൻഡ് ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്, അതായത് നമ്മുടെ 4D ആൻഡ് 5D നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലാഷ് ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു MEPയും ഒരു സ്ട്രക്ചറും തമ്മിലുള്ള ക്ലാഷ്, അത് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഓട്ടോകേഡിലുള്ള ഫയലും റിവിറ്റിലുള്ള ഫയൽസൊക്കെ നമുക്ക് മെർജ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യാം, ഒരു കോർഡിനേഷൻ ഫയലാക്കിയിട്ട് നമുക്ക് മാറ്റാം. കൂടാണ്ട് ഈ പ്രോജക്റ്റിൻ്റെ ഡേ 1 മുതൽ ഡേ എൻഡ് വരേക്കുള്ള എത്ര സ്റ്റേജ് ഉണ്ടോ അത്രയും സ്റ്റേജസിന് നമ്മളൊരു സിമുലേഷൻ ആയിട്ട് ആനിമേഷൻ ആയിട്ട് അതിൻ്റെ പ്രോജക്റ്റ് ഫേസിങ് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. സോ അതിന് കൂടെ നമുക്ക് എലമെൻസിനെ കൗണ്ട് ചെയ്യാനും മെഷർ ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. സോ നാവിസ് ഫക്സ് എന്ന് പറയുന്ന ഒരു കോർഡിനേഷൻ സോഫ്റ്റ്വെയർ ആണ്. റിവ്യൂ ചെയ്യാനും അതുപോലെ തന്നെ മാർക്കപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന സോഫ്റ്റ്വെയർ കൂടിയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ നാവിസ് ഫക്സിൽ സാധാരണ 3 വേർഷൻസ് ആണ് ഉള്ളത്. നിങ്ങളൊക്കെ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ നാവിസ് ഫക്സ് സിമുലേഷൻ ഉണ്ട്, നാവിസ് ഫക്സ് മാനേജ് ഉണ്ട്, നാവിസ് ഫക്സ് ഫ്രീഡം എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർസുകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നോർമലി നമുക്ക് 3 വേർഷൻ അല്ലെങ്കിൽ 3 റെവിറ്റ് നമുക്ക് നാവിസ് ഫക്സ് ഫയൽസുകളാണ് ഉള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് നമുക്ക് നാവിസ് ഫക്സ് കാഷി ഫയലാണ്, .nwc ഫയലാണ് നമുക്കുള്ളത്. സെക്കൻഡ് ഫയൽ എന്ന് പറയുന്നത് .nwf ഫയലാണുള്ളത്. തേർഡ് വൺ എന്ന് പറയുന്നത് NWD ഫയലാണുള്ളത്. സോ എന്താണ് NWC, എന്താണ് NWF, എന്താണ് NWD എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. സോ NWC എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു റെവിറ്റിൽ മോഡൽ ചെയ്യാണ്, ആ മോഡലിലുള്ള ഡാറ്റകൾ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് ക്ലാഷ് കണ്ടെത്താൻ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫയലാണ് NWC. അതായത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ്, നമ്മൾ ജസ്റ്റ് NWC എക്സ്പോർട്ടർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. ബട്ട് NWFും NWD അങ്ങനെയല്ല. NWC നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ റെവിറ്റിലുള്ള ഫയൽസിനെ എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫയൽസിനെ ക്ലാഷ് ഡിറ്റക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് NWC കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു. അതുമാത്രമല്ല, പ്രൊജക്റ്റ് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനും അതിലുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യാനും നമുക്ക് പറ്റും. അതായത് ക്ലാഷ് ഡിറ്റക്ഷനും ക്വാണ്ടിറ്റിയും എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. ബട്ട് NWF എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, NWF എന്ന് പറയുന്നത് നമ്മുടെ ഫയലിനെ കൊടുന്നതിന് ശേഷം വർക്ക് ചെയ്യുന്നത്, അതായത് കൊളാബറേറ്റ്ലി നമ്മൾ വർക്ക് ചെയ്യുന്നത് NWFിലായിരിക്കും, .nwfിലായിരിക്കും. അതായത് NWC ആക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് NWF ആക്കിയിട്ട് സേവ് ചെയ്ത് വെക്കും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരം എന്താണ്, നമുക്ക് നമ്മൾ റെവിറ്റിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് NWF എന്ത് ചെയ്താൽ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അപ്ഡേഷൻ ആയിട്ട് NWFിൽ വന്നിട്ടുണ്ടാവും. അതായത് കോർഡിനേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് മോഡൽ ചെയ്യാനും NWF നമ്മൾ വർക്ക് ചെയ്യാൻ, അത് പബ്ലിഷ് ചെയ്യാനുള്ള വേർഷനാണ് എന്ത് NWD എന്ന് പറയുന്നത്, നാവിസ് ഫക്സ് ഡോക്യുമെന്റ്. അതായത് ക്ലയന്റിന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഫയലാണ് എന്ത് .nwd ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ഡെഫിനിഷൻസ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നാവിസ് ഫക്സ് കാഷി എന്ന് പറയുന്ന ഫയല് ഓട്ടോ ജനറേറ്റഡ് വെൻ യു ഓപ്പൺ എ നാറ്റീവ് ഫയൽ, അതായത് നിങ്ങൾ റെവിറ്റോ ഓട്ടോക്കേഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്
അതിൽ NWC ഫോർമാറ്റായി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ഓട്ടോ ജനറേറ്റഡ് ഫയൽസ് ആണ്. ആരാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ ഡിസിപ്ലിൻ മോഡൽ ഫ്രം റെവിറ്റ്, ആർക്കിക്കാഡ് ഓർ ഓട്ടോക്കാഡ്. ഇതിലുള്ള ഇൻഡിവിജ്വൽ ആൾക്കാരാണ് ഇത് ഓപ്പൺ ചെയ്ത് കൊണ്ടുവരാം. ഇനിയിപ്പോൾ NWF ആണെന്നുണ്ടെങ്കിലോ, ഒരു ലൈറ്റ് വെയ്റ്റ് ഫയൽ ദാറ്റ് സ്റ്റോർ ലിങ്ക് ടു മൾട്ടിപ്പിൾ NWC. മൾട്ടിപ്പിൾ ആൾക്കാർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും റെവിറ്റിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഫയൽസുകൾ എന്ത് ചെയ്യും? NWF-ൽ അത് നമുക്ക് സേവ് ആവും. ഓക്കെ, ദ ഫെഡറേറ്റഡ് മോഡൽ കണ്ടെയ്ൻ ഡസ് നോട്ട് എംബെഡ് ദ മോഡൽ ഇൻസൈഡ്. ഇതിനുള്ളിൽ നമുക്ക് മോഡൽസ് കാര്യങ്ങൾ ഉണ്ടാവില്ല. ബട്ട് എന്തായിരിക്കും? മോഡൽസ് എംബെഡഡ് ആയിരിക്കില്ല. പിന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നതെല്ലാം, അതിൽ കോർഡിനേഷൻ ചെയ്യുന്നതെല്ലാം അതിലായിരിക്കും. അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലാണ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ NW സ്മോൾ ആണ്, ഡസ് നോട്ട് കണ്ടെയ്ൻ ദ. ഓക്കെ, അതായത് നമുക്ക് മോഡൽസ് അതിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. NWD ആണെന്നുണ്ടെങ്കിൽ നമുക്ക് NAVSOX ഡോക്യുമെന്റ് നമുക്ക് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഫുള്ളി പാക്കേജ് ഫയൽ ദാറ്റ് ഓൾ മോഡൽ, വ്യൂ പോയിന്റ്, ക്ലാഷ് റിസൾട്ട് ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ക്ലയൻസിന് ഷെയർ ചെയ്യേണ്ടി വരും. സോ നമ്മൾ NWD ആക്കിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഈ NWF ആണെന്നെങ്കിലും NWD ആണെന്നുണ്ടെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് ഇൻസൈഡ് NAVSOX ഫയലിനുള്ളിൽ നിന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് NWD ഈസ് വാട്ട് യു സെൻഡ്. ഓക്കെ, എന്താണ് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് NWDയിൽ പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ 3 സോഫ്റ്റ്വെയർ ഉണ്ട് എന്നുള്ളത്. ഒന്ന് NAVSOX ഫ്രീഡം സോഫ്റ്റ്വെയർ ആണ്, അത് ഫ്രീ വ്യൂവർ ആണ്. നമുക്ക് NWD ഫയലും അല്ലെങ്കിൽ NWF ഫയൽസ് ഒക്കെ നമുക്ക് അതിൽ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരാം. രണ്ടാമത്തെന്ന് പറയുന്നത് നാവിഗേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ക്ലാഷ് ഡിറ്റക്ഷൻ ചെയ്യാനോ അതല്ലെങ്കിൽ ക്വാണ്ടിറ്റി ടേക്ക് ഓഫിനൊന്നും പറ്റില്ല. കമൻസുകൾ ആഡ് ചെയ്യാം. ഓക്കെ, പബ്ലിഷ് ചെയ്യാനും പറ്റില്ല. ജസ്റ്റ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ജസ്റ്റ് ഒരു മോഡൽ ഓപ്പൺ ചെയ്തിട്ട് അത് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ വരുന്നത് NAVSOX സിമുലേറ്റ് ആണ്. ഓക്കെ, എവറിത്തിങ് ഇൻ ഫ്രീഡത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. ബട്ട് അതിന് കൂടെ നമുക്ക് 4D ടൈം ലീനിയർ ക്ലാഷ് ഡിറ്റക്ഷൻ ഇല്ല. 4D സിമുലേഷനും ക്വാണ്ടിറ്റി ടേക്ക് ഓഫും NWD ആക്കിയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാനാണ് നമുക്ക് NAVSOX സിമുലേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഫുൾ ലൈസൻസ് വരുന്ന NAVSOX മാനേജ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം NAVSOX മാനേജ് ആണ്. ക്ലാഷ് ഡിറ്റക്ഷൻ അടക്കം വരുന്നതാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ NAVSOX മാനേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ NAVSOX മാനേജ് എന്നുള്ളതാണ് ടോട്ടൽ ഫയൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസിലോട്ട്, NAVSOXിൻ്റെ ഇൻ്റർഫേസിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇൻ്റർഫേസിലോട്ട് ഞാൻ അതിൻ്റെ വേർഷൻ ഞാൻ NAVSOX ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതാണ് NAVSOXിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് NAVSOX മാനേജ് 2024 വേർഷൻ ആണ്. സോ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേലെ നമുക്ക് കാണാം ഓട്ടോ ഡെസ്കിൻ്റെതായതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ മെനു ഇവിടെ ഉണ്ട്. ക്വിക്ക് ആക്സസ് ടൂൾ ബാർസുകൾ നമുക്ക് മേലെ കാണാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ നമുക്ക് ടാബുകൾ. ഇപ്പോൾ ഹോം ടാബിനുള്ളിലാണ് നമ്മൾ ക്ലാഷ് ഡിറ്റക്ഷനും അതുപോലെ തന്നെ ടൈം ലീനിയറും കോൺഫിഗറേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. വ്യൂ പോയിന്റ് ഉള്ളിലാണ് നമുക്ക് നമ്മുടെ വ്യൂ റിലേറ്റ് ചെയ്തുള്ള നാവിഗേഷൻസ് നമ്മൾ ചെയ്യുന്നത്. റിവ്യൂവിലാണ് മാർക്കപ്പുകൾ ടെക്സ്റ്റുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ആനിമേഷൻ വേറെ ടാബ് ഉണ്ട്. വ്യൂ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് യൂസർ ഇൻ്റർഫേസിലുള്ള വ്യൂ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ വ്യൂ ടാബിനുള്ളിലാണ്. NWD ആക്കിയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത് ഇവിടെ ഔട്ട്പുട്ടിൽ വന്നിട്ടാണ്. സോ ഇതിൻ്റെ താഴത്താണ് റിബൺസുകൾ വരുന്നത്. സാധാരണ നമ്മൾ ഓട്ടോയ്ക്കുകളിലും റിവിറ്റിലൊക്കെ ഉള്ള പോലെ തന്നെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യൂ ക്യൂബ് കാണാം, നാവിഗേഷൻ ബാറുകളുണ്ട്, താഴെ നമുക്ക് സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് സെക്കൻഡ് തിങ്ങിലോട്ട് നമുക്ക് പോവാം. നമ്മുടെ നാവിഗേഷനിലോട്ട് നമുക്ക് പോകാം. സോ അതിന് മുന്നേ എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞു നമ്മൾ ഫെഡറേഷൻ ചെയ്യുക എന്നുള്ളത്. സോ നമുക്ക് റെവിറ്റിലുള്ള ഫയൽ എങ്ങനെ ഫെഡറേറ്റ് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അപ്പൻഡ് പ്രോജക്റ്റിൽ അപ്പൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ അപ്പൻ ഉണ്ട്, മെർജും ഉണ്ട്. അപ്പൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റ് ഒരു ആർക്കിടെക്ചറും ഒരു MEPയും കൊണ്ടുവരാണെങ്കിൽ അത് രണ്ട് ഫയലായിട്ട് തന്നെ എടുക്കും. ഇനി അതല്ല ആർക്കിടെക്ചർ മാത്രം ഞാൻ ഒരുമിച്ച് കൊണ്ടുവരാണെന്നുണ്ടെങ്കിലും ആർക്കിടെക്ചർ പ്ലസ് ആർക്കിടെക്ചർ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എടുക്കും. അതല്ല മെർജ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ പ്ലസ് ആർക്കിടെക്ചർ ഞാൻ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അത് മെർജ് ആയിട്ട് ഒറ്റ ഫയലാക്കിയിട്ട് മാറ്റും. സോ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അപ്പൻഡ് യൂസ് ചെയ്തിട്ടാണ് MEP അതുപോലെ തന്നെ ആർക്കിടെക്ചർ, സ്ട്രക്ചർ ഇങ്ങനെയുള്ള ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത്. സോ അപ്പൻഡിൽ പോയിട്ട് നമ്മുടെ ഫയൽ കൊണ്ടുവരാം. ഇപ്പം ഞാനിവിടെ ആർക്കിടെക്ചർ മോഡൽ കൊണ്ടുവരുന്നുണ്ട്. സോ ഇവിടെ ഒരു പ്രോജക്റ്റ് കാണാം നിങ്ങൾക്ക്. ഇങ്ങനെയാണ് നമ്മൾ പ്രോജക്റ്റ് കൊണ്ടുവരാം. ഇനി ഇതിന് കൂടെ തന്നെ ഞാൻ വീണ്ടും ഇതേ ഫയൽ തന്നെ കൊണ്ടുവന്നതിൽ എന്ത് സംഭവിക്കും? അപ്പൻഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും സെയിം ഫയൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ ട്രീ
ഇതൊക്കെ ഞാൻ പിന്നീട് പറയും. ഇവിടെ കണ്ടോ നിങ്ങൾ 2 ഫയല് നമുക്ക് ഇവിടെ ഉണ്ടാവും. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് പകരം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് മെർജ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ, സെയിം ഫയലിന് ഞാൻ മെർജ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ ട്രീയിൽ ഫയൽ ഡിലീറ്റ് ആയിട്ടില്ല. ഫയൽ മെർജ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ അപ്പൻഡ് യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അപ്പൻഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അത് ബൈ മിസ്റ്റേക്കിൽ വന്നതാണ്. നമ്മൾ മെർജ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, മെർജ് വീണ്ടും ഞാൻ ഒരു വട്ടം കൂടിയും ചെയ്യാം. മെർജ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസുകൾ വരില്ല. ഓക്കെ, സിംഗിൾ ഫയലായിട്ട് മെർജ് ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം അതിന് പകരം ഞാൻ ഇതിൻ്റെ കൂടെ അപ്പൻഡ് യൂസ് ചെയ്തിട്ട് ഒരു മെക്കാനിക്കൽ ഫയലും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. മെക്കാനിക്കൽ കോർഡിനേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കോർഡിനേഷൻ ആയിട്ട് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് സെലക്ഷൻ ട്രീയിൽ വന്നു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്നത് കാണാം. ഇത് സെലക്ഷൻ ചെയ്യാനാണ് നമ്മൾ സെലക്ഷൻ ട്രീ ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, ഇനിയാവും. അപ്പോൾ അപ്പൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോജക്റ്റ് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ ഇത് നമുക്ക് നാവിഗേഷൻ ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ എനിക്കിത് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഷിഫ്റ്റ് പ്ലസ് മൗസ് വീല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഷിഫ്റ്റ് പ്ലസ് മൗസ് വീല്. ഓക്കെ, ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതല്ല സെലക്ഷൻ ചെയ്യാൻ ലെഫ്റ്റ് മൗസ് ബട്ടൺ യൂസ് ചെയ്യാം. സൂം ഇൻ സൂം ഔട്ട് നമുക്ക് മൗസ് വീല് യൂസ് ചെയ്യാവുന്നതാണ്. ഇതല്ലാണ്ട് നമുക്ക് നമ്മുടെ റെവിറ്റിലുള്ള പോലെ തന്നെ ടൂൾസ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വ്യൂ പോയിന്റിൽ നാവിഗേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ബേസിക് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബേസിക് വീല് വന്നിട്ടുണ്ടാവും. ഈ വീലിൽ സെൻറ്റർ, സൂം, റീവൈൻഡ്, ഓർബിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. സോ സെൻറ്റർ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഒബ്ജക്റ്റ് കറക്റ്റ് സെൻറ്ററിലോട്ട് വരും. സൂം ചെയ്യുകയാണെങ്കിൽ സൂം ചെയ്യാം. റിവൈൻഡ് എന്ന് പറയുമ്പോൾ ബാക്കിലോട്ട് പോകാൻ. ഓർബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓർബിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വേണം റൊട്ടേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ മൗസ് വീൽ കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഫുൾ നാവിഗേഷൻ അറിയുമ്പോൾ എല്ലാം ഈ ടൂളിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പം അതിന് പകരം നമുക്ക് മൗസ് വീലാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ മൗസ് കൊണ്ടാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സോ പാൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതേ നമുക്ക് പാൻ ടൂൾ എടുത്തിട്ട് പാൻ ചെയ്യാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ടൂളിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് കൊടുത്തതിൽ എക്സിറ്റ് ആവില്ല. സോ അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലോട്ട് നമ്മൾ ഡയറക്റ്റ് ഒരു ഇൻഫർമേഷൻ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ഹോം ടാബിൽ വന്നിട്ട് ഈ സെലക്ഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സെലക്ഷൻ ടൂൾ കിട്ടുള്ളൂ. അത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവാം. സോ നെക്സ്റ്റ് വരുന്നത് സൂം ആണ്. ഇപ്പോൾ സൂം വിൻഡോ നമുക്കൊരു വിൻഡോ വരച്ചെങ്കിൽ അതിനനുസരിച്ച് സൂം ചെയ്യാം. സൂം നമുക്ക് മൗസ് വീൽ കൊണ്ട് ഞാൻ ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂം ഇന്നും സൂം ഔട്ട് ഉണ്ട്. സൂം സെലക്റ്റഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ്, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വിൻഡോ സെലക്ട് ചെയ്തിട്ട് സൂം സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് സെലക്ഷൻ ആയിട്ട് വരും, മീൻസ് ഫോക്കസ് ആയിട്ട് വരും. ഇനിയിപ്പോൾ അതല്ല സൂം ഓൾ, എല്ലാം സൂം ഓൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ എല്ലാ സോഫ്റ്റ്വെയറിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ വരുന്നത് ഓർബിറ്റ് ആണ്. ഇപ്പോൾ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ കേസിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ടൂൾ യൂസ് ചെയ്തിട്ട്, ബട്ട് നമുക്കൊരു ഫ്രീ ഓർബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഗ്രാവിറ്റി ഇല്ലാത്ത പോലെ ഒരു ഫീലിലാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഇതിൽ സെലക്റ്റിലോട്ട് പോയിട്ട് സൂം ഓൾ കൊടുക്കുന്നുണ്ട്. വ്യൂ പോയിന്റിൽ പോയിട്ട് ഞാൻ സൂം ഓൾ കൊടുക്കുന്നുണ്ട്, കാരണം നമുക്ക് കറക്റ്റ് ഫ്രണ്ടിലോട്ട് വരാം. ഇല്ലെങ്കിൽ നമുക്ക് വ്യൂ ക്യൂബ് യൂസ് ചെയ്തിട്ടും ബാക്ക്, ഫ്രണ്ട്, ലെഫ്റ്റ് ഇതൊക്കെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട് സൈഡ് നമുക്ക് നമ്മുടെ ആ ഒരു സ്കൂളിൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് കിട്ടും. സോ അതുപോലെ തന്നെ ലുക്ക് അറൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലുക്ക് അറൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു പോയിന്റിൽ വന്ന് നിന്നിട്ട് ആ ഒരു പോയിന്റ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതിനുള്ളിൽ തന്നെ ലുക്ക് അറ്റ്, ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത പോയിന്റ് ആണെന്നെങ്കിൽ അതിലോട്ട് കറക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് സൂം ചെയ്യാനാണ്. ഫോക്കസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത പോയിന്റിലോട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏത് പോയിന്റാണ് പിക്ക് ചെയ്യുന്ന ആ പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരും. സോ ഇവിടെ വാക്ക് ഉണ്ട്. വാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് മൗസ് ബട്ടൺ കൊടുത്തതിന് ശേഷം ഫ്രണ്ടിലോട്ട് നീക്കി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വാക്ക് ചെയ്യാം. ബാക്കിലോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് നടക്കും. സൈഡിലോട്ട് അങ്ങനെ സൈഡിലോട്ട്
അപ്പോൾ നമുക്ക് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് മൗസ് ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ വാക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫ്ലൈ ആണെങ്കിലും ലെഫ്റ്റ് മൗസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ മൗസിൻ്റെ ഡയറക്ഷൻ ഫ്രണ്ടിലോട്ട് ആക്കണം, എന്നാലിത് ഫ്ലൈ ആവുള്ളൂ. ഇപ്പം തേർഡ് പേഴ്സൺ വെക്കണമെങ്കിൽ നമുക്ക് തേർഡ് പേഴ്സൺ വെക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഏത് വ്യൂവിലാണോ വെക്കുന്നത് ആ വ്യൂക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ തേർഡ് വ്യൂ വരിക. ഓക്കെ, സോ ഇതാണ് നാവിഗേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് സെലക്ഷൻ ട്രീ ആണ്. സെലക്ഷൻ ട്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയൊക്കെ കണ്ടു, ഇവിടെ നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റില്ല. അപ്പം എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് ഹോം ടാബിൽ പോയിട്ട് സെലക്ട് എടുക്കുക. ഓക്കെ, സോ സെലക്ഷൻ ട്രീ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സെലക്ഷൻ ട്രീ വരുന്നത് ഹോം ടാബിൽ സെലക്ട് ആൻഡ് സെർച്ചിലാണ് സെലക്ഷൻ ട്രീ വരുന്നത്. ഇവിടെ ആർക്കിടെക്ചർ കോർഡിനേഷനും മെക്കാനിക്കൽ കോർഡിനേഷനും ഞാൻ ഇവിടെ കൊടുത്ത് 2 ഫയൽ ഉണ്ട്. സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെലക്ഷൻ ട്രീയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഹൈറാർക്കി പോർഷൻസ് പോലെയാണ് നമുക്ക് ഇവിടെ ഇതിൽ കാണിക്കാം. ഇപ്പോൾ ഇവിടെ സെലക്ഷൻ ട്രീയിൽ സ്റ്റാൻഡേർഡ് കോമ്പാക്ട് പ്രോപ്പർട്ടി ഉണ്ട്. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമുക്ക് മെയിൻലി നമ്മുടെ ആർക്കിടെക്ചർ കോർഡിനേഷനിൽ ലെവൽ 1 വരുന്ന ലെവൽസ്, അതിനുള്ളിൽ വരുന്ന ഏതൊക്കെ മെറ്റീരിയൽസ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ കാണിക്കും. അതല്ല കോമ്പാക്റ്റ് ആണെന്നെങ്കിൽ ലെവൽസിന് ഉള്ളിലോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റില്ല. പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രോപ്പർട്ടീസിൽ മാത്രം ഷോക്കേസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. സോ ഞാൻ സ്റ്റാൻഡേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സെലക്ഷൻ ട്രീയിൽ നമുക്ക് ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ലെവൽ 1 സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ലെവൽസിൽ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ ലെവൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ആണ് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ സെക്കൻഡ് റൂഫ് ആണെങ്കിൽ സെക്കൻഡ് റൂഫ് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സെലക്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ഷൻ ട്രീ ഉള്ളത്. ഓക്കെ, സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടി എന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ പ്രോപ്പർട്ടീസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നോ ആ സെലക്ട് ചെയ്ത ഒബ്ജക്ട്സിന് പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ കാണിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ടാങ്ക് ആണ് സെലക്ട് ചെയ്ത് ആ ടാങ്കിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ കാണിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക് എൻലാർജ് ചെയ്യാനും ഇതിനൊക്കെ പറ്റും കേട്ടോ, നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊക്കെ വെക്കാം. അതിൽ എലമെന്റ് പ്രോപ്പർട്ടി ഉണ്ടാവും, ലെവൽ പ്രോപ്പർട്ടി ഉണ്ടാവും, ഫേസ് ക്രിയേറ്റഡ് പ്രോപ്പർട്ടി ഉണ്ട്, റിവിറ്റ് ടൈപ്പ് പ്രോപ്പർട്ടീസുകൾ ഉണ്ടാവും. നിങ്ങൾ സെലക്ട് ചെയ്തതിനനുസരിച്ച് വരും കേട്ടോ. സോ ഇതിനൊക്കെ എലമെന്റ് ഐഡിയ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും പെട്ടെന്ന്. ഇതാണ് പ്രോപ്പർട്ടി ടാബ് വരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളതാണ് എങ്ങനെയാണ് നമുക്ക് ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യുന്നത്, സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സെലക്ഷൻ ചെയ്യുക, അതേപോലെ തന്നെ വിസിബിലിറ്റി കൺട്രോൾ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഡിസ്പ്ലേ കൺട്രോൾ. ഇതാണ് നമുക്ക് സെക്കൻഡ് ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത്.